ആശാവർക്കർമാരുടെ സംസ്ഥാനതല രാപ്പകൽ സമരയാത്ര ജൂൺ 5, 6, 7 തീയതികളിൽ ആലപ്പുഴ ജില്ലയിൽ എത്തിച്ചേരുമ്പോൾ സമുചിതമായ സ്വീകരണം നൽകുവാനും പിന്തുണ അറിയിക്കാനും വേണ്ടി ആലപ്പുഴ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് നിന്നുമുള്ള പ്രതിനിധികളെ ഉൾപ്പെടുത്തി സ്വാഗത സംഘം രൂപീകരിച്ചു. ആലപ്പുഴ ജവഹർ ബാലഭവനിൽ കൂടിയ യോഗത്തിൽ വിവിധ തലങ്ങളിൽ നിന്നുള്ളവർ സംസാരിച്ചു. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് 3 മാസത്തിലേറെയായി നടന്നുവരുന്ന രാപ്പകൽ സമരം, ആശമാരുടെ ജീവൽപ്രധാനമായ ഡിമാൻഡുകൾ മുൻനിർത്തിക്കൊണ്ട് തുടങ്ങിയ സമരത്തിന്റെ 4ാം ഘട്ടം എന്ന നിലയിലാണ് മെയ് 5-ന് കാസർഗോഡ് നിന്നും രാപ്പകൽ സമരയാത്ര കേരളമെമ്പാടും 14 ജില്ലകൾ കവർ ചെയ്തുകൊണ്ട് യാത്ര നടത്തുവാനുള്ള തീരുമാനമെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന രാപ്പകൽ സമരയാത്രയുടെ സ്വീകരണം നമ്മുടെ ജില്ലയിൽ, ആലപ്പുഴ ജില്ലയിൽ എത്തുമ്പോൾ ജൂൺ 5, 6, 7 തീയതികളിൽ ആശാസമരയാത്ര ജില്ലയിൽ എത്തുമ്പോൾ അതിന്റെ ജില്ലയിലെ സ്വീകരണവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വാഗത സംഘ രൂപീകരണ മീറ്റിംഗ് ആണ് ഇന്ന് ജവഹർ ബാലഭവനിൽ നടന്നത്. ഈ മീറ്റിംഗിൽ ബി ദിലീപൻ സാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KS മനോജ് ചെയർമാൻ ആയിക്കൊണ്ടുള്ള ഒരു സമിതിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ജോസഫ് സി മാത്യു സാർ, രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ജോസഫ് സി മാത്യു സാറാണ് ഈ സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തത്. DCC പ്രസിഡന്റ് A ഷുക്കൂർ അടക്കമുള്ള നിരവധി നേതാക്കന്മാർ വിവിധ രാഷ്ട്രീയ പാർട്ടികളെയും സംഘടനകളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ സ്വാഗത സംഘ രൂപീകരണ മീറ്റിംഗിൽ പങ്കെടുക്കുകയുണ്ടായി. നിരവധി ആലപ്പുഴ ജില്ലയിലെ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളും ആശമാരും അടക്കം നിരവധി ആളുകൾ പങ്കെടുത്ത യോഗമാണ് ഇന്നിവിടെ നടന്നത്. ജില്ലാതലത്തിലുള്ള സ്വാഗത സംഘ രൂപീകരണത്തിന് ശേഷം എല്ലാ തലങ്ങളിലും, പ്രാദേശിക തലങ്ങളിലുള്ള സ്വീകരണ സ്ഥലങ്ങളിൽ മണ്ഡലാടിസ്ഥാനത്തിലൊക്കെയുള്ള സ്വാഗത സംഘ രൂപീകരണം നടക്കും. അതായത് മേഖലയിലുള്ള നേതാക്കന്മാരും ബഹുജനങ്ങളും സംഘടനാ പ്രതിനിധികളും എല്ലാം, ജനപ്രതിനിധികളടക്കം ആ മീറ്റിങ്ങുകളിലും തുടർന്ന് പങ്കെടുക്കും.